എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 കീം റാങ്ക് ലിസ്റ്റ് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ യഥാസമയം നിങ്ങളുടെ ഫോണുകളിലേക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ കീം റാങ്ക് ലിസ്റ്റ് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് നിരവധി കുട്ടികളാണ് കഴിഞ്ഞ വീഡിയോകളുടെ കമന്റ് ബോക്സിൽ നിരന്തരമായി ചോദിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് വൈകുന്നതിനാൽ അഡ്മിഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ വൈകുമോ എന്ന് കുട്ടികളിൽ ആശങ്കകൾ ഉണ്ട്. ഇന്നലെ കീം 2025 പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് മെഡിക്കൽ, ആർക്കിടെക്ചർ, അതിൻ്റെ അനുബന്ധമായ കോഴ്സുകളിലും ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാൻ ഒരവസരം കൂടി എൻട്രൻസ് കമ്മീഷൻ നൽകുന്നുണ്ട്. നമുക്ക് അറിയാൻ സാധിച്ച പുതിയ വിവരങ്ങൾ അനുസരിച്ച് മുൻ വർഷങ്ങളിലെ സ്റ്റാൻഡേർഡൈസേഷൻ തുടർന്നുണ്ടായ നിരവധി പ്രശ്നങ്ങൾ മൂലമാണ് ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റ് ഇത്രയും വൈകാൻ കാരണം. എന്നിരുന്നാലും 2025 കീം റാങ്ക് ലിസ്റ്റ് അടുത്ത ആഴ്ചയോടെ തന്നെ പ്രസിദ്ധീകരിക്കും. റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപനത്തിന് ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ അടുത്ത ദിവസം തന്നെ ആരംഭിക്കും. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ പ്രോസസ്സുകൾ വളരെയധികം വൈകാൻ സാധ്യത കുറവാണ്. ഇതുകൂടാതെ നീറ്റ് 2025 ഓൾ ഇന്ത്യ കോട്ട അഡ്മിഷൻ എന്ന് ആരംഭിക്കുമെന്ന് കുട്ടികൾ ചോദിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളിൽ തന്നെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. MBBS ഫീസ് സംബന്ധിച്ച് ഗവൺമെന്റ് കോളേജുകളിൽ MBBS പഠിക്കാൻ വർഷം 25,000 രൂപയും പ്രൈവറ്റ് കോളേജുകളിൽ മെറിറ്റ് സീറ്റുകളിൽ 8 ലക്ഷം രൂപ വരെ വേണ്ടിവരും.